തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു തകർച്ചയാണ് സംഭവിക്കുന്നതെങ്കിൽ അവിടെ രൂപപ്പെടുന്ന വാക്വത്തിൽ ചിലർ വിലയിരുത്തുന്നുണ്ട് CPM വളരുമെന്നൊക്കെ. അത് എത്രത്തോളം സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. അത് എനിക്ക് തോന്നുന്നത് തൃണമൂൽ കോൺഗ്രസ് ഏതാണ്ട് പൂർണ്ണമായി CPMൻ്റെ ഓഫീസുകളൊക്കെ കയ്യേറിയ പ്രദേശങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ CPMന് അവരുടെ ഓഫീസുകൾ തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. 15 വർഷം ഈ അധികാരത്തിലില്ലാതിരുന്ന CPMനെതിരെ കൂടുതൽ കേസും കളിയുമായിട്ട് തൽക്കാലം ഒരു പുതിയ ഭരണകൂടത്തിന് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ പിടിക്കുന്ന ആരെയൊക്കെയാണ് അഴിമതി, വിദ്വേഷ പ്രസംഗങ്ങൾ, ഇങ്ങനെയൊക്കെ ഇലക്ഷൻ വയലൻസ്, ഇതിൻ്റെയൊക്കെ പേരിൽ പിടിക്കുന്നത് തൃണമൂലിനെയാണ്. അത് ചെയ്യാനുള്ള സ്കോപ്പ് CPMന് കഴിഞ്ഞ 15 വർഷം അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് പ്രവർത്തിക്കാൻ, അതായത് സ്വതന്ത്രമായി കുറച്ച് പ്രവർത്തിക്കാവുന്ന ഒരു പാങ്ങ് അതിപ്പോൾ അവിടുത്തെ CPIMനുണ്ട്. അതുകൊണ്ട് പ്രാദേശികമായി അവരിപ്പോൾ ഓഫീസ് പിടിച്ചെടുത്തതുപോലെ കുറച്ച് വളർന്നേക്കാം എന്നുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നു. ഇപ്പുറത്ത് പക്ഷേ എന്താ, തൃണമൂൽ കോൺഗ്രസിന് ഈ വലിയ തിരിച്ചടി നേരിടുമ്പം വളരെ ഗംഭീരമായി കൗതുകകരമായ കുറേ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അടക്കം വളരെ ആർജവത്തോടെ ഇടപെടുന്നു. തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയെ വിളിക്കുന്നു. അഭിഷേക് ബാനർജിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു. ആശുപത്രിയിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പോലും തയ്യാറാവുന്നില്ല. ആരാ? അവിടുത്തെ MP ആണ്, തൃണമൂൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. അയാളെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഒരു കാരണവശാലും കേരളത്തിലൊന്നും സംഭവിക്കുകയില്ല. മറ്റേതെങ്കിലും സ്റ്റേറ്റിലൊക്കെ ഇവിടെ അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഒരു സുഖമില്ലെങ്കിൽ ഇവിടെയൊക്കെ എന്താ സംഭവിക്കുക? ഇവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു നേതാവിന് സുഖമില്ലെങ്കിൽ പിന്നെ ആ കാര്യങ്ങൾ മുഴുവൻ നോക്കുക ആരായിരിക്കും? ഭരണത്തിലുള്ള ആളായിരിക്കും. ആ രീതിയിലാണ് ഇടപെടുക. ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് വയ്യാതായി, പിണറായി വിജയൻ എത്ര കാര്യമായിട്ടാണ് കാര്യങ്ങൾ അന്വേഷിച്ചതെന്നുള്ളത് ചാണ്ടി ഉമ്മൻ പറഞ്ഞാലും തീരുന്നില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഇത് അങ്ങനെയല്ല. അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി. അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് ഇവിടേക്ക് തെലങ്കാനയിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ആലോചനയിലേക്ക് വരെ എത്തി. തൃണമൂലിനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം എന്നുള്ള നിലയിലേക്ക് ഇത്തരം കാര്യങ്ങളിലെങ്കിലും സംസാരിക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ട്. ഇനി മമതാ ബാനർജി CPM പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ആയ കാലത്ത് CPIM പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മമതാ ബാനർജിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന നിലയ്ക്ക് അവിടെ കുറച്ച് കരുത്താർജിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ മുന്നണി എന്നുള്ള മുമ്പ് വലിയ പ്രോത്സാഹനം ഈ കാര്യത്തിൽ ബംഗാൾ ഘടകത്തിൽ നിന്നൊക്കെ CPMൻ്റെ ഘടകത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. പക്ഷേ ഇനി അതുണ്ടാവാൻ സാധ്യത കുറവാണ്. അവിടെ മറ്റൊരു തരത്തിൽ അവിടെ വേറൊരു സാധ്യത കൂടി തുറന്നു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കൗതുകകരമാണ് അവിടുത്തെ അവസ്ഥ. വയലൻസിൻ്റെ സ്വഭാവം ഇനി എങ്ങനെയാകും എന്നുള്ളത് കണ്ടറിയണം. മമതാ ബാനർജി പണ്ട് 90കളിൽ തല്ലുകൊണ്ട് കിടന്ന ഒരു ദൃശ്യമുണ്ട്. ആ ദൃശ്യം മമതാ ബാനർജി എന്ന നേതാവിനെ ആ നിലയ്ക്ക് പരുവപ്പെടുത്തുന്നതിലും വാർത്തെടുക്കുന്നതിലും പ്രതിഷ്ഠിക്കുന്നതിലും ഒരു നിർണായകമായ പങ്കുവഹിച്ച സംഭവമാണ് CPMൻ്റെ ആക്രമണത്തിൽ. ആ സംഭവത്തിന് സമാനമായി ഈ അഭിഷേക് ബാനർജിക്ക് ഏറ്റ മർദ്ദനത്തെ കാണുന്ന ആളുകളുമുണ്ട്.